Hi dear students, probability എന്ന ചാപ്റ്ററിൻ്റെ അവസാനത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തു വരുന്നത്. ഇന്ന് അതിനെ തുടർന്ന് വരുന്ന കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയ പബ്ലിക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില മോഡൽ ചോദ്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്നത്തെ സെഷൻ. ഓക്കെ, നമുക്ക് ആരംഭിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 28. Two students, Anil and Ashima, appeared in an exam. The probability that Anil will qualify the exam is 0.05 and that Ashima will qualify is 0.1. Probability that both will qualify 0.02. Find the probability that at least one of them will qualify, both will not qualify, at least one of them will not qualify, only one of them will qualify. എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ശ്രദ്ധാപൂർവ്വം ആൻസർ ചെയ്യാം. ശ്രദ്ധിച്ചോളൂ. രണ്ട് പിള്ളേർ അവിടെ ഉള്ളത് അനിൽ, ആഷിമ. അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്നത് അനിൽസ് ക്വാളിഫിക്കേഷൻ, അനിൽ വിൽ ക്വാളിഫൈ എന്ന് പറയുന്നത് നമ്മൾ എ എന്ന് കൊടുക്കാം. ഓക്കെ, അനിലിൻ്റെ ക്വാളിഫിക്കേഷനാണ് നമ്മൾ എ എന്ന് കൊടുക്കുന്നത്. ബി എന്ന് കൊടുക്കുന്നത് ആഷിമയുടെ ക്വാളിഫിക്കേഷനാണ്. ആഷിമ വിൽ ക്വാളിഫൈ എന്ന് ഞാൻ ഫുള്ളായിട്ട് എഴുതുന്നില്ല, ജസ്റ്റ് സൂചിപ്പിച്ച് എ അനിൽ, ബി ഫോർ ആഷിമ. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഡാറ്റ പ്രോബബിലിറ്റി ഓഫ് എ എന്താണ്? അനിൽ വിൽ ക്വാളിഫൈ. പ്രോബബിലിറ്റി ദാറ്റ് അനിൽ വിൽ ക്വാളിഫൈ ഈസ് 0.05. ഓക്കെ, probability of B തന്നിട്ടുണ്ടല്ലോ. probability that Ashima will qualify is 0.1 അല്ലേ? 0.1. both will qualify എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബോത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ എന്താണ്? എ ആൻഡ് ബി ആണ് ബോത്ത് എന്ന് പറഞ്ഞാൽ. എ ഇൻ്റർസെക്ഷൻ ബി അല്ലേ? അത് തന്നിട്ടുണ്ട് 0.02. ഈ മൂന്ന് ഡാറ്റാസ് ഉപയോഗിച്ചിട്ടാണ് ബാക്കിയുള്ള ചോദ്യങ്ങൾ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചോദ്യം ഒന്ന്, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ ക്വാളിഫൈ. അറ്റ്ലീസ്റ്റ് വൺ എന്നുള്ളതിന് മാത്തമാറ്റിക്സിൽ സെറ്റ് തിയറിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എ യൂണിയൻ ബി എന്നാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ ക്വാളിഫൈ പി ഓഫ് എ യൂണിയൻ ബി. എന്തായിരിക്കും ആൻസർ? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. മറക്കരുത്, വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ 0.05 പ്ലസ് 0.1 മൈനസ് 0.02. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുക 0.1, 0.5, 0.13 എന്ന ആൻസർ കിട്ടും. 0.13 ചെക്ക് ചെയ്ത് നോക്കണം എപ്പോഴും ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബോത്ത് വിൽ നോട്ട് ക്വാളിഫൈ. ബോത്ത് എന്ന് പറഞ്ഞാൽ ഇൻ്റർസെക്ഷനാണ്. അപ്പോൾ ബോത്ത് വിൽ നോട്ട് ക്വാളിഫൈ എന്നാണെങ്കിൽ എന്ത് വരും? എ ക്വാളിഫൈ ചെയ്തിട്ടില്ല, അതേസമയം ബിയും ക്വാളിഫൈ ചെയ്തിട്ടില്ല. അതാണ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. ബോത്ത് ഉള്ളതാണ് ഇൻ്റർസെക്ഷൻ, നോട്ട് ഉള്ളതിനാണ് ഡാഷ്. ഇത് നമ്മൾ ഡിമോർഗൻസ് ലോയിലാണ് ചെയ്യുന്നത്. എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ദി ഹോൾ ഡാഷ്. വീണ്ടും പ്രോബബിലിറ്റി ഓഫ് എ ഡാഷ് നമ്മൾ പഠിച്ചു 1 മൈനസ് പി ഓഫ് എ എന്നാണ് പഠിച്ചത്. അപ്പോൾ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് പി ഓഫ് എ യൂണിയൻ ബി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി ഓൾറെഡി ഇവിടെ ഉണ്ട് 0.13. സോ ദ ആൻസർ ഈസ് 0.87 എന്നായിരിക്കും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന റിസൾട്ട് പി ഓഫ് എ ഡാഷ് 1 മൈനസ് പി ഓഫ് എ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ നോട്ട്. ഇത് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ആണ്. അപ്പം നോട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? യെസ്, പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. അറ്റ്ലീസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ യൂണിയൻ, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ നോട്ട് എന്ന് പറയുമ്പോൾ എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. ഇവിടെ നമ്മൾ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ദി ഹോൾ ഡാഷ് ആയിരിക്കും. ഓക്കെ, എ ഇൻ്റർസെക്ഷൻ ബി ദി ഹോൾ ഡാഷ് അല്ലേ? എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. റെഡി? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ വീണ്ടും നമ്മൾ പി ഓഫ് എ ഡാഷ് ഉപയോഗിക്കുകയാണ്. 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇതാ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അതേ റിസൾട്ടാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. 1 മൈനസ് എന്നുള്ള റിസൾട്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് എ ഇൻ്റർസെക്ഷൻ ബിയുടെ പ്രോബബിലിറ്റി 0.02 ആണ്. സോ ദ ആൻസർ ഈസ് 0.98 ആണ് ഇവിടുത്തെ ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഓൺലി വൺ ഓഫ് ദം വിൽ ക്വാളിഫൈ. ഓൺലി വൺ ഓഫ് ദം വിൽ ക്വാളിഫൈ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എ ക്വാളിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ബി ക്വാളിഫൈ ചെയ്യണം. അപ്പോൾ എ ക്വാളിഫൈ ചെയ്യുമ്പോൾ ബി ക്വാളിഫൈ ചെയ്യില്ല എന്നുള്ളതിന് നമ്മൾ ഇങ്ങനെ എഴുതാം, എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. അല്ലെങ്കിൽ എന്നുള്ളതിന് പ്ലസ് ഇടും. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എ ക്വാളിഫൈ ചെയ്തിട്ടില്ല, അന്നേരം ബി ക്വാളിഫൈ ചെയ്തു. രണ്ട് കേസിലും ഒരാൾ മാത്രമേ ക്വാളിഫൈ ചെയ്തിട്ടുള്ളൂ. ഇവിടെ ബി ക്വാളിഫൈ ചെയ്തിട്ടില്ല, ഇവിടെ എ ക്വാളിഫൈ ചെയ്തിട്ടില്ല. ഒന്നെങ്കിൽ എ ക്വാളിഫൈ ചെയ്യും, അല്ലെങ്കിൽ എന്നുള്ളതിനാണ് നമ്മൾ പ്ലസ് ഇട്ടത്, ഓർ. ഓക്കെ,
നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ആണ് യഥാർത്ഥത്തിൽ. ഞാൻ ഇവിടെ വെൻ ഡയഗ്രത്തിൽ വേണമെങ്കിൽ കാണിക്കാം എന്താണ് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. നോക്കൂ, ഇതാണ് എ എന്ന് വിചാരിച്ചോളൂ, ഇതാണ് നമ്മുടെ ബി. അപ്പോൾ ഇത് എയും ഇത് ബിയും ആണെങ്കിൽ ഇതാണ് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. നമ്മുടെ എ മൈനസ് ബി എന്ന് പറയുന്ന ഏരിയയാണ്. ഇത് കിട്ടാൻ വേണ്ടി നമ്മുടെ എയിൽ നിന്ന് കോമൺ ഭാഗം മൈനസ് ചെയ്താൽ പോലെ. നോക്കൂ, എ എന്ന് പറയുന്ന റിങ്ങിൽ നിന്ന് ഈ കോമൺ ഭാഗം മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം. പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്ന കംപ്ലീറ്റ് റിങ്ങിൽ നിന്നും ഇൻ്റർസെക്ഷൻ വരുന്ന ഭാഗം മൈനസ് ചെയ്തു. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, ഇതാണ് എ മൈനസ് ബി അല്ലെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. സിമിലർലി ഈ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഈ ഭാഗത്തിന് നമുക്ക് എങ്ങനെ എഴുതാം? ബിയിൽ നിന്ന് കോമൺ മൈനസ് ചെയ്തു, അതായത് പ്രോബബിലിറ്റി ഓഫ് ബിയിൽ നിന്നും പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. പ്രോബബിലിറ്റി ഓഫ് എ തന്നിട്ടുണ്ടല്ലോ. പ്രോബബിലിറ്റി ഓഫ് എ 0.05 മൈനസ് 0.02 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി 0.1 മൈനസ് 0.02. സാധാരണ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ 5, 15, 4 പോയാൽ 0.11 എന്നാണോ ആൻസർ. ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ടെക്നിക്ക്. ഈ ഓരോ വേർഡിങ്ങും ശ്രദ്ധിക്കണം. അറ്റ്ലീസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ നോട്ട് എന്ന് പറഞ്ഞാൽ എ ഡാഷ് യൂണിയൻ ബി ഡാഷ്, ബോത്ത് വിൽ നോട്ട് എന്ന് പറഞ്ഞാൽ നോട്ട് വന്നതുകൊണ്ടാണ് ഡാഷ്. ഇവിടെ ഓൺലി വൺ ഓഫ് ദം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If 2/11 is the probability of an event, event എന്ന് പോരാ, event A എന്ന് വേണം കേട്ടോ. അവിടെ event A, then what is the probability of not A എന്നാണ് ചോദ്യം. ഓക്കെ, ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എ തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് എ 2/11. നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ. നോട്ട് എക്ക് ഉപയോഗിക്കുന്ന സിമ്പിൾ എന്താണ്? യെസ്, പ്രോബബിലിറ്റി ഓഫ് എ ഡാഷ്. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ. വളരെ സിമ്പിൾ റിസൾട്ടാണ്. 1 മൈനസ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് 2/11. വാട്ട് ഈസ് 1 മൈനസ് 2/11? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 9/11. ഇത് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായ ചോദ്യമാണ്, ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം. ഇത് ഒരു അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എ കമ്മിറ്റി ഓഫ് 2 persons ഈസ് ടു ബി സെലക്റ്റഡ്. ഈ 2 എന്നുള്ളത് ശ്രദ്ധിക്കണം. 2 persons ഈസ് ടു ബി സെലക്റ്റഡ് ഫ്രം 2 men and 2 women. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ദ കമ്മിറ്റി വിൽ ഹാവ് നോ മാൻ, 1 man, 2 men. കമ്മിറ്റിയിൽ ഫുൾ ടൈം 2 പേരുണ്ട്. അപ്പോൾ നോക്കൂ, ഇവിടെ ടോട്ടൽ സെലക്ഷൻ എന്തായിരിക്കും? ഇവിടെ ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷനുള്ള റിസൾട്ടുകളും അതുപോലെ നമ്മൾ ഈ ചാപ്റ്ററിലെ സെറ്റ് തിയറിയിലെ റിസൾട്ട് എല്ലാം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ 4 പേരിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യണം. കമ്മിറ്റി ഓഫ് 2 ആണ്, ഫ്രം ടോട്ടൽ 4 ആണ്. അപ്പോൾ ഇവിടെ സാമ്പിൾ സ്പേസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും നോക്കൂ. സാമ്പിൾ സ്പേസിലെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സെലക്ഷനാണ് അല്ലേ. 4 പേരിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? 4C2 എന്ന് പറയുന്നത്. 4C2 ക്ലിയർ ആണല്ലോ. അതാണ് ടോട്ടൽ സെലക്ഷൻ ഓഫ് 2 ഫ്രം 4 ഈസ് 4C2. അപ്പോൾ എപ്പോഴും ഡിനോമിനേറ്ററിൽ 4C2 ആണ് വരാമെന്ന് ഓർത്ത് വെക്കുക. ഇനി 2 അംഗ കമ്മിറ്റിയാണ് ഫോം ചെയ്യുന്നത്. ആ കമ്മിറ്റിയിൽ നോ മാൻ എന്നാണ് പറയുന്നത് അല്ലേ. പ്രോബബിലിറ്റി ഓഫ് നോ മാൻ. നോ മാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2 പേരും ലേഡീസ് ആയിരിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് 2 women എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. 2 women. നോക്കൂ, പ്രോബബിലിറ്റിയാണ് ചോദ്യം അല്ലേ. അപ്പോൾ നമ്പർ എത്ര? 2 വുമണിനെ എത്ര രൂപത്തിൽ സെലക്ട് ചെയ്യാം? ആകെ എത്ര ലേഡീസാണ് ഉള്ളത്? 2 ലേഡീസാണ് ഉള്ളത്. അപ്പോൾ 2 ലേഡീസിൽ നിന്ന് 2 ലേഡീസ് ഡിവൈഡഡ് ബൈ, ഇത് പ്രോബബിലിറ്റിയാണ് ചെയ്യുന്നതെന്നുള്ള ബോധം ഉണ്ടായിരിക്കണം. പ്രോബബിലിറ്റി കാണുമ്പോൾ എപ്പോഴും ടോട്ടൽ സെലക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4ൽ നിന്ന് 2 പേരെ സെലക്ട്. ഇതിൻ്റെ ആൻസർ 2C2 എന്ന് പറഞ്ഞാൽ 1 ആണ്. 4C2 എന്ന് പറഞ്ഞാൽ 6 ആണ്. 1/6. ഓക്കെ, 4C2 എന്ന് പറഞ്ഞാൽ 6 ആണെന്നുള്ളത് നമുക്കറിയാം. 4 factorial by 2 factorial into 2 factorial. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 1 man എന്നാണ് പറഞ്ഞത് അല്ലേ. ഈ 1 man വരുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ ബി. പ്രോബബിലിറ്റി ഓഫ് 1 man. 1 man എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത 2 ആളെ സെലക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. 1 man എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ലേഡി വരണം. 1 man ആൻഡ് 1 woman എന്നാണ് അതിൻ്റെ അർത്ഥം. അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, കാരണം ഫുൾ ടൈം കമ്മിറ്റി എന്ന് പറഞ്ഞാൽ 2 അംഗ കമ്മിറ്റിയാണ്. അപ്പോൾ ഒരു മാൻ എന്ന് പറയുമ്പോൾ 1 ലേഡി ഉണ്ടായിരിക്കണം. 1 man നോക്കൂ, ഒരു മാൻ 2 മാനിൽ നിന്ന് ഒരാൾ, 2 ജെൻസിൽ നിന്ന് ഒരു ജെൻറ്റിനെ സെലക്ട് ചെയ്യണം. ആൻഡ് വന്നാൽ ഇൻഡ് വരും. അതാണ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ. 2 ലേഡീസിൽ നിന്ന് ഒരു ലേഡി.
ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ എത്ര പ്രോബബിലിറ്റി ആയതുകൊണ്ട് എപ്പോഴും എൻ ഓഫ് എസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം എൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ 4c2 സോ ദ ആൻസർ ഈസ് 2c1 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ് 2c1 അഗെയിൻ 2 ആണ് 4 ഡിവൈഡ് ബൈ 6 ആണ് ഇതിൻ്റെ ആൻസർ 4 by 6 is equal to 2 by 3 ഓക്കെ സി നോ 2 men എന്നാണ് പ്രോബബിലിറ്റി ഓഫ് ആ കമ്മിറ്റിയിൽ 2 men ഉണ്ടായിരിക്കണം 2 men is equal to നോക്കൂ ആകെ 2 ജെൻസ് അല്ലേ ഉള്ളത് 2 ജെൻസിൽ നിന്ന് 2 ജെൻസിനെ സെലക്ട് ചെയ്തു ഡിവൈഡ് ബൈ ടോട്ടൽ സെലക്ഷൻ 4c2 2c2 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ് 4c2 എന്ന് പറഞ്ഞാൽ 6 ആണ് സോ 1 by 6 ഈസ് ദി റൈറ്റ് ആൻസർ ഈ ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിക്കുക കേട്ടോ ഇതിൽ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ സെലക്ഷൻ്റെ റിസൾട്ടും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ് ഫൈൻഡ് എ പ്രോബബിലിറ്റി ദാറ്റ് വെൻ എ ഹാൻഡ് ഓഫ് 7 cards from a pack of 52 cards that contains all kings 3 kings at least 3 kings അതായത് നമ്മൾ പാക്ക് ഓഫ് കാർഡ്സിൽ നിന്ന് ഇങ്ങനെ 7 കാർഡ് അടങ്ങുന്ന ഓരോ പിടുത്തം അങ്ങ് എടുക്കണം അപ്പോൾ ഒരു പിടുത്തത്തിൽ ഒരു ഹാൻഡിൽ 7 കാർഡ് ഉണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര സെലക്ഷൻ ഉണ്ടായിരിക്കും നോക്കൂ 52 കാർഡിൽ നിന്ന് 7 കാർഡ് എത്ര രൂപത്തിൽ സെലക്ട് ചെയ്യാൻ പറ്റും അതാണ് നമ്മുടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് അല്ലേ എൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സെലക്ഷനാണ് ഇവിടെ എൻ ഓഫ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സെലക്ഷൻ ഓഫ് 7 കാർഡ്സ് ആണ് 52 കാർഡിൽ നിന്ന് 7 കാർഡ്സ് സെലക്ട് ചെയ്യുന്ന രൂപം ഇതാണ് എൻ ഓഫ് എസ് എന്ന് ആദ്യം മനസ്സിലാക്കിയെടുക്കുക കൃത്യമാണല്ലോ ഇനി ആ ഒരു പിടുത്തത്തിൽ ഓരോ പിടുത്തത്തിലും 7 കാർഡ് ഉണ്ടെന്ന് മനസ്സിലാക്കുക ആ ഒരു പിടുത്തത്തിൽ എല്ലാ കിങ്ങും കണ്ടെയ്ൻ ചെയ്യണം എന്ന് പറയുമ്പോൾ 7 കിങ് ഉണ്ടോ ഇവിടെ ഇല്ല 7 കിങ് ഇല്ല എത്ര കിങ്സാണ് ടോട്ടൽ ഉള്ളത് 4 കിങ്ങുകളാണ് ഒരു പാക്കറ്റിൽ ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഓൾ കിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ഓൾ കിങ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പ്രോബബിലിറ്റി ഓഫ് 4 കിങ് അല്ലേ 4 കിങ് ഉണ്ടാവുക പക്ഷേ 7 കാർഡ് വേണ്ടേ അപ്പോൾ ആൻഡ് എഴുതണം ആൻഡ് 3 കിങ് അല്ലാത്തത് ഉണ്ടായിരിക്കും നോൺ കിങ് ആ ഒരു പിടുത്തത്തിൽ 3 കിങ് അല്ലാത്തത് ഉണ്ടായിരിക്കണം 4 കിങ്ങാണ് മാക്സിമം ഉള്ളത് അതുകൊണ്ട് 4 കിങ് ഓൾ കിങ്സ് പറഞ്ഞാൽ 4 കിങ്ങേ പാടുള്ളൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 കിങ് നോക്കൂ 4 കിങ്ങിൽ നിന്ന് 4 കിങ് ആൻഡ് എന്നുള്ളതിനാണ് ഇൻറ്റു കിങ് അല്ലാത്തത് 48 ആണ് നമുക്കറിയാം 48 ആണല്ലോ കിങ് അല്ലാത്തത് 48c3 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇത്രയും നമ്മൾ പറഞ്ഞത് 52c7 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിലൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക കേട്ടോ കാൽക്കുലേറ്ററിൽ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ 1 ഡിവൈഡ് ബൈ 7735 എന്ന് കാണാൻ സാധിക്കും ഈ ആൻസർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വീണ്ടും 7 കാർഡ് തന്നെയാണ് ഫുൾ എല്ലാ ക്വസ്റ്റ്യനിലും 7 കാർഡ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് പക്ഷേ അതിൽ 3 കിങ്സ് ഉണ്ടാവാൻ പാടുള്ളൂ അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും പ്രോബബിലിറ്റി ഓഫ് 3 കിങ്സ് എങ്ങനെ എഴുതാം പ്രോബബിലിറ്റി ഓഫ് 3 കിങ്സ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തുണ്ടാവും 3 കിങ്സ് മാത്രമല്ല ഉണ്ടാവുക അറ്റ് ദി സെയിം ടൈം 4 നോൺ കിങ്സ് ഉണ്ടാവും കിങ് അല്ലാത്തത് ഓട്ടോമാറ്റിക്കലി 4 ഉണ്ടാവും അപ്പോഴാണ് 7 കാർഡ് ആവുക ഓക്കെ 3 4 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 കിങ്സ് 3 കിങ്ങിനെ നമ്മൾ എത്ര കിങ് എന്നാണ് എടുക്കുന്നത് 4 കിങ്ങിൽ നിന്ന് ഇപ്പോൾ 4 കിങ്ങിൽ നിന്ന് 3 കിങ് ആൻഡ് 48 നോൺ കിങ്ങിൽ നിന്ന് 4 നോൺ കിങ് ഡിവൈഡഡ് ബൈ ടോട്ടൽ സെലക്ഷൻ 52c4 ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 9 ഡിവൈഡഡ് ബൈ 1547 എന്നായിരിക്കും ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അതിൽ ഈ ക്വസ്റ്റ്യനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് 3 കിങ്സ് എന്നാണ് പി ഓഫ് എന്താ അറ്റ്ലീസ്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ 3 3 കൂടുതലോ എന്നാണ് അറ്റ്ലീസ്റ്റ് 3 കിങ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 3 കിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് 3 കിങ്സ് അല്ലെങ്കിൽ 4 കിങ് 3 4 ഉണ്ടായിരിക്കും മാക്സിമം 4 ഉള്ളൂ 4 കിങ് അല്ലേ ഉള്ളൂ അപ്പം അറ്റ്ലീസ്റ്റ് 3 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 അപ്പം 3 കിങ് വരാം അല്ലെങ്കിൽ 4 കിങ് വരാം അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഓർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാം പ്രോബബിലിറ്റി ഓഫ് 3 കിങ്സ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് 4 കിങ്ങിനാണ് ഞാൻ കെ എന്ന് എഴുതിയത് കേട്ടോ 3 കിങ്ങിൻ്റെ കഥ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഇതാ 3 കിങ്സിൻ്റെ 9/1547 ഈ 3 കിങ് എന്ന് പറയുമ്പം തന്നെ കിങ് അല്ലാത്തത് 4 വരും കേട്ടോ 3 കിങ്ങിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ 7 കാർഡുകൾ ഉണ്ടായിരിക്കും അതാണ് ഇവിടെ മുകളിൽ എഴുതിയിരിക്കുന്നത് പ്ലസ്
4 കിങ്ങിന് ഇത് ഇവിടെ പറഞ്ഞു, ഓൾ കിങ്സിൽ 4 കിങ്ങാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ അത് 1/7735 ആണ്. ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആൻസർ 46 ഡിവൈഡഡ് ബൈ 7735 എന്നായിരിക്കും. ഓക്കെ, 5 ആണ്. 5 × 1547 ആണ് 7735. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 32. ഇവിടെ 4 cards are drawn from a well shuffled deck of 52 cards. What is the probability that obtaining 3 diamond and 1 spade? ആകെ 4 കാർഡുകളാണ് സെലക്ട് ചെയ്തത്, അതിൽ 3 ഡയമണ്ടും 1 സ്പേഡും വരാനുള്ള പ്രോബബിലിറ്റി എത്രയെന്നാണ്. അപ്പോൾ ആകെ 4 കാർഡ്സ് ആണല്ലോ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? n(s), നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദി സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 52 കാർഡിൽ നിന്നും 4 കാർഡ്, ഇതാണ് ടോട്ടൽ എലമെൻറ്റ്സ് ഇൻ ദി ടോട്ടൽ നമ്പർ ഇൻ സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസിലുള്ള എലമെൻറ്റ്സിൻ്റെ എണ്ണം നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ആ സെലക്ഷനിൽ 3 ഡയമണ്ടും 1 സ്പേഡും വരുന്ന പ്രോബബിലിറ്റി. അപ്പോൾ ഇങ്ങനെ എഴുതാം, പ്രോബബിലിറ്റി ഓഫ് 3 ഡയമണ്ട്സ്, ഡയമണ്ടിന് ഞാൻ ഡി എന്ന് എഴുതുന്നുള്ളൂ കേട്ടോ, 1 സ്പേഡ്, സ്പേഡിന് എസ് എന്ന് എഴുതാം. ഡി ഫോർ ഡയമണ്ട്സ്, എസ് ഫോർ സ്പേഡ്. അപ്പോൾ 3 ഡയമണ്ട് ആൻഡ് 1 സ്പേഡ്. ഇവിടെയാണ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ആകെ എത്ര ഡയമണ്ട്സ് ആ ഒരു പാക്കറ്റിൽ ഉണ്ടാവാം? 13 ഡയമണ്ടിൽ നിന്ന് 3 ഡയമണ്ട്, ഇങ്ങനെ എഴുതാം 13C3. ആൻഡിനാണ് ഇൻറ്റു 13 സ്പേഡിൽ നിന്ന് 1 സ്പേഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ സെലക്ഷൻ 52C4. ഇതാണ് ഇതിൻ്റെ ആൻസർ. നിങ്ങൾ കാൽക്കുലേറ്ററിൽ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. നിങ്ങളിങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല ആൻസർ, പക്ഷേ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ആൻസർ ലഭിക്കും. അപ്പോൾ നോക്കൂ, ഇവിടെ 3 ഡയമണ്ടും 1 സ്പേഡും പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. 3 ഡയമണ്ട് 1 സ്പേഡ് സെലക്ഷൻ നമ്മൾ പണ്ട് പഠിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ. പ്രോബബിലിറ്റി വരുമ്പം ടോട്ടൽ സെലക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നോക്കൂ, നിങ്ങൾ 2 ബ്ലാക്കും 2 റെഡും ചോദിച്ചു. ഇവിടെ ആകെ 4 കാർഡാണ് സെലക്ട് ചെയ്തത് അല്ലേ, 4 കാർഡ്. അതിൽ ചോദിച്ചിരിക്കുന്നത് 2 ബ്ലാക്ക്, 2 ബ്ലാക്ക് ആൻഡ് 2 റെഡ് എന്ന് ചോദിച്ചാൽ എങ്ങനെ ആൻസർ ഉണ്ടാവുക? ഈ 4 കാർഡ്. യെസ്. അപ്പോൾ എങ്ങനെ എഴുതും? ന്യൂമറേറ്ററിൽ നമ്മൾ 2 ബ്ലാക്ക് എഴുതണം അല്ലേ. 26 ബ്ലാക്കിൽ നിന്ന് 2 ബ്ലാക്ക് ആൻഡ് 26 റെഡിൽ നിന്ന് 2 റെഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ സെലക്ഷൻ 52C4. കാരണം 4 കാർഡ്സ് ആണല്ലോ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ നമ്മൾ ഏതാണോ നമ്മുടെ റിക്വയർമെൻറ്റ് അതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അതാണ് നമ്മൾ പ്രോബബിലിറ്റിൻ്റെ ഡെഫിനിഷൻ, n(e) ഡിവൈഡ് ബൈ n(s). ഡിനോമിനേറ്ററിൽ എപ്പോഴും n(s) ആയിരിക്കും. മുകളിൽ എന്താണോ ചോദിച്ചിരിക്കുന്നത് അതാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇവിടെ ഈ റിസൾട്ട് വന്നിരിക്കുന്ന യഥാർത്ഥത്തിൽ നമ്മൾ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന ചാപ്റ്ററിലെ റിസൾട്ടുകളാണ്. എ ലെറ്റർ ഈസ് ചോസൺ at random from the word assassination. Find the probability that it is a vowel, it is a consonant. ഇത് വളരെ സിമ്പിളായൊരു ചോദ്യമാണ്. ഇവിടെ നമ്മൾ സാധാരണ ബോൾസ് എല്ലാം ചെയ്യുന്നത് പോലെ തന്നെ ഇതിലാകത്തെ ലെറ്റേഴ്സിൻ്റെ അസാസിനേഷനിൽ ടോട്ടൽ ലെറ്റേഴ്സ് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക. ടോട്ടൽ ലെറ്റേഴ്സ് നിങ്ങൾ എണ്ണി നോക്കിയാൽ 13 ലെറ്റേഴ്സ് ഉണ്ടായിരിക്കും. അതിൽ വൊവൽസ് എത്ര എണ്ണം ഉണ്ട് നോക്കൂടോ? വൊവൽസ് 6 എണ്ണല്ലേ ഉള്ളത്. കൺസോണൻസ്, വൊവൽസ് അല്ലാത്തതിന് പറഞ്ഞ പേരാണ് കൺസോണൻസ് അല്ലേ, 7 എണ്ണം ഉണ്ട്. അപ്പോൾ 13 ഒബ്ജക്റ്റുകൾ ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. 6 എണ്ണം ഒരേപോലുള്ള ഒബ്ജക്റ്റുകളാണ്, 7 എണ്ണം വേറെ ടൈപ്പ് അല്ലേ. നമ്മളിപ്പം ബോൾസ് ഉണ്ടെന്ന് വിചാരിച്ചു, 6 റെഡ് ബോൾ 7 വൈറ്റ് ബോൾ, അതിൽ ഒരു ബോളാണ് എടുക്കുന്നത്. എ ലെറ്റർ ഈസ് ചോസൺ. അപ്പോൾ ഒരു ലെറ്റർ എടുക്കുമ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി അത് വവൽ ആവാനുള്ള സാധ്യത നമ്മളെങ്ങനെ ചെയ്യുക? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 1, പ്രോബബിലിറ്റി ഓഫ് വവൽ. നമ്മൾ ബോൾസ് എടുക്കുന്ന അതേപോലെ തന്നെ ആകെ എത്ര വവൽസ് ഉണ്ട്? 6 വവൽസ് ഉണ്ടല്ലേ. നമ്പർ ഓഫ് വവൽസ് 6, ടോട്ടൽ 13. അപ്പോൾ 6/13. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് തന്നെയാണ് ആൻസർ. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് കൺസോണൻറ്റ് നോക്കാം നമുക്ക്. കൺസോണൻറ്റ്, അപ്പോൾ ആകെ എത്ര കൺസോണൻസ് ഉണ്ട് നോക്കൂ. ഇതിൽ 7 കൺസോണൻസ് ആണുള്ളത്, ടോട്ടൽ 13. സോ ദ ആൻസർ ഈസ് 7/13. അതോടുകൂടി അത് കഴിഞ്ഞു. വളരെ സിമ്പിളായൊരു ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A die has 2 faces with each number 1, 3 faces with each with number 2, 1 face with number 3. If die is rolled, determine the probabilities എന്നാണ്. ഇത് സാധാരണ ഡൈ അല്ല. സാധാരണ ഡൈക്ക് നമുക്കറിയാം 1 മുതൽ 6 വരെ നമ്പേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ. എല്ലാത്തിൻ്റെയും പ്രോബബിലിറ്റി ഈക്വൽ ആയിരിക്കും. പക്ഷേ ഈ ഡൈയിൻ്റെ പ്രത്യേകത നമ്പർ 1 തന്നെ 2 ഫേസിലുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സാമ്പിൾ സ്പേസ് ഒന്നും എഴുതി നോക്കിയാൽ കൃത്യമായി മനസ്സിലാവും. ഇതിൻ്റെ സാമ്പിൾ സ്പേസ് എഴുതുമ്പം 1 2 ഫേസിലുണ്ട്. അപ്പോൾ 1 2 പ്രാവശ്യം വരാൻ സാധ്യതയുണ്ട്.
നമ്പർ 2 3 ഫേസിലുണ്ട്. 2 2 2 3 ഫേസിൽ 2 ആണ്. 1 ഫേസ് വിത്ത് നമ്പർ 3 ഒരു ഫേസിൽ മാത്രം 3 ഉണ്ട്. അപ്പോൾ ഈ ഡൈ എറിഞ്ഞാൽ ഒരിക്കലും 4 കിട്ടില്ല, ഈ ഡൈ എറിഞ്ഞാൽ 5 കിട്ടില്ല, ഈ ഡൈ എറിഞ്ഞാൽ 6 കിട്ടില്ല. കാരണം 2 ഫേസിൽ 1 ആണ്, 3 ഫേസിൽ 2 ആണ് മാർക്ക് ചെയ്തത്, ഒരു ഫേസിൽ 3. അങ്ങനെയുള്ളൊരു സ്പെഷ്യൽ ഡൈ ആണിത്. അപ്പോൾ നോക്കൂ, സാധാരണ ഡൈയിൽ പ്രോബബിലിറ്റി ഞാൻ പറഞ്ഞു ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി 1/6 ആണ്. ഇവിടെയും ഓരോ പ്രോബബിലിറ്റി 1/6 തന്നെയാണ്. പക്ഷേ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് 2 ചോദിക്കുമ്പം എന്ന് ചോദിക്കുമ്പോൾ സാധാരണ ഡൈയിൽ ഒരു 2 അല്ലേ ഉണ്ടാവൂ. ഇവിടെ എത്ര 2 ഉണ്ട്? 1 2 3 2 ഉണ്ട്. അപ്പോൾ 3 ഉണ്ട് അല്ലേ? നമ്പർ ഓഫ് 2s 3 പ്രാവശ്യം ഉണ്ട്. ടോട്ടൽ 6. സോ ദ ആൻസർ ഈസ് 1/2. രണ്ടാമത്തത് പ്രോബബിലിറ്റി ഓഫ് 1 or 3 ആണ്. 1 or 3 എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട് നോക്കൂ? 1 2 ഇതാ 3 ഉണ്ട്. 3/6. Again answer 1/2. And finally not 3 അല്ലേ? പ്രോബബിലിറ്റി ഓഫ് നോട്ട് 3 അല്ലാത്തത് മാത്രം നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാമല്ലോ. 3 അല്ലാത്തത് കൗണ്ട് ചെയ്ത് നോക്കൂ. ഏതാ 3 അല്ലാത്തത് എന്ന് പറയുമ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത് ഇതാ 1 അല്ലെങ്കിൽ 2. 3 കൗണ്ട് ചെയ്യാൻ പാടില്ല കേട്ടോ, 3 അല്ലാത്തതല്ലേ. അപ്പോൾ എത്ര ഉണ്ട്? 5 അല്ലേ? 5/6 ആണ് ഇതിൻ്റെ. അപ്പോൾ ഈ ഡൈ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഡൈ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. സാധാരണ ഡൈ അല്ല. അപ്പോൾ 1 2 പ്രാവശ്യം വന്നതുകൊണ്ടാണ്, 3 പ്രാവശ്യം വന്നിട്ടുണ്ട് ഇവിടെ 2 ആണ്. പ്രോബബിലിറ്റി ഓഫ് 2 എന്ന് പറഞ്ഞാൽ 3/6. 1 or 3 അത് എണ്ണി നോക്കുക, നോട്ട് 3 എണ്ണി നോക്കുക, ടോട്ടൽ കൊണ്ട് ഡിവൈഡ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് ചാപ്റ്റർ. എ ഡൈ ഈസ് റോൾഡ് ട്വൈസ്, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഡബ്ലറ്റ്. ഒരു ഡൈ 2 പ്രാവശ്യം എറിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന സാമ്പിൾ സ്പേസ് നിങ്ങൾക്ക് നല്ല പരിചയമുണ്ട് അല്ലേ? 1 1 1 2. ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 36 ഉണ്ട്. ഇവിടെ ടോട്ടൽ എലമെൻറ്റ്സ് ഇൻ ദി സാമ്പിൾ സ്പേസ് 36 ആണ്. നമ്മൾക്ക് ഒരുപാട് പ്രാവശ്യം എഴുതിയ സാമ്പിൾ സ്പേസ് ആണിത്. എന്താ ഡബ്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ? ഡബ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡൈയിലും ഒരേപോലെ എണ്ണം നമ്പർ വരികയാണെങ്കിൽ അതിനാണ് ഡബ്ലറ്റ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ ഇതാ 1 1 2 2 3 3 4 4 5 5 6 6. ഈ എലമെൻറ്റ്സിന് പറയുന്ന പേരാണ് ഡബ്ലറ്റ്. അപ്പോൾ ആകെ എത്ര എണ്ണം ഉണ്ട്? ഡബ്ലറ്റ് നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഡബ്ലറ്റ് എന്ന് പറയുന്ന സെറ്റിൽ ആരൊക്കെയുണ്ട്? 1 1 2 2 കോമട്ട് എഴുതാം കേട്ടോ. 3 3 4 4 5 5 6 6. ഇതിന് പറയുന്ന പേരാണ് ഡബ്ലറ്റ്. ക്ലിയർ ആയല്ലോ? അതുകൊണ്ട് പ്രോബബിലിറ്റി ഓഫ് ഡബ്ലറ്റ് ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. പ്രോബബിലിറ്റി ഓഫ് ഡബ്ലറ്റ് എത്ര എണ്ണം ഉണ്ട്? ആകെ ഡബ്ലറ്റ്സ് 6 എലമെൻറ്റ്സ് ഉണ്ട്. 6 ഡിവൈഡ് ബൈ ടോട്ടൽ എലമെൻറ്റ്സ് 36. സോ ദ ആൻസർ ഈസ് 1/6 എന്നാണ് ഇതിൻ്റെ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചത്. ഒരുവിധം എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്ന ഫോർമുലയും ഡി മോർഗൻസ് ലോയും അതുപോലെ അവസാനം ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്തിരിക്കുന്ന പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട 1-2 ചോദ്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. പഠിക്കുന്നത് എന്തോ എഴുതി പഠിക്കാൻ പ്രത്യേകം ശ്രമിക്കുക. ഓക്കെ, എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അവസാനിപ്പിക്കുകയാണ്. ഈ ചാപ്റ്ററിന് ഇവിടെ വിരാമം കുറിക്കുകയാണ്. ഓക്കെ, താങ്ക് യു വൺ ആൻഡ് ഓൾ.